ഈ ഒരു ചെടി മെലാസ്റ്റോമയാണ്. ഞാനന്ന് നഴ്സറി പോയപ്പോഴാണ് അറിയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഒരു നീല അതേപോലെ തന്നെ വയലറ്റൊക്കെ അല്ലേ കാണാറുള്ളൂ. പിന്നെ റോസൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഞ്ഞ അതിൻ്റെ ഇലയെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. വേറൊരു ചെടി പോലെ തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കളറൊക്കെ നമുക്ക് ഇതിൻ്റെ വെള്ളയും ഈ ഒരു നീലയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒരേപോലത്തെ, അതിൻ്റെ ആ ചെടി ഒരേപോലെയാണ്. പൂക്കളും ഒക്കെ സെയിം ആണ്. ഇത് പൂക്കൾ ഏകദേശം സെയിം ആണ്. പക്ഷേ അതിൻ്റെ ചെടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എന്നാലും പേര് മെലാസ്റ്റോമ തന്നെയാണ് കേട്ടോ. യെല്ലോ മെലാസ്റ്റോമയാണ്. പിന്നെ ഇത് നമ്മളുടെ പുതിയൊരു ചെടിയാണ്. ഇതിന് മുൻപ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തൊരു ചെടിയാണ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിങ്ങനെ പടർന്നിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ ചെറിയൊരു കൂട് മേടിച്ചതായിരുന്നു കേട്ടോ. ഇത് ചില പറമ്പിലൊക്കെ കാണാം. ചിലർ പറമ്പിലൊക്കെ ഇങ്ങനെ വെറുതെ വഴിനീളെ കിടക്കണ കാണാം. പക്ഷേ ഇതിങ്ങനെ നല്ല അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല രസമുണ്ടാവും കേട്ടോ. കൊല കൊലയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് കുഞ്ഞൊരു തൈയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ചട്ടിയിലാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ ഇത് അത്യാവശ്യം നീട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെറുതെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഫെൻസിങ് ഇട്ടപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫുള്ള് പടരുമ്പോൾ അങ്ങനെ തൂങ്ങി തിക്കായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ തൂങ്ങണ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഫെൻസിങ്ങിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് വേറെ ഇപ്പുറത്തൊരു മണിമുല്ല ഉണ്ടല്ലോ, അതിൻ്റെയും ഒരു തൈ വെച്ചിട്ടുണ്ട്. അതിനി മണ്ണിലേക്ക് വെക്കണോ അതെങ്ങനെ എനിക്കറിയില്ല. കാരണം ഈ ഒരു ചെടിയൊക്കെ എനിക്ക് പുതിയതായതുകൊണ്ട് ഇതിൻ്റെ പരിചരണ രീതികളും ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ നീല കണ്ടിട്ടുണ്ട്, പക്ഷെ മണിമുല്ല എങ്ങനെയാണെന്നുള്ള കണ്ടിട്ടില്ല. അപ്പം ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നോർമലി ആ ഒരു ചട്ടിയെ കാണുന്നില്ലേ, അതിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ വളരെയോ പൂവുണ്ടാവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും മണിമുല്ല ഉണ്ടെങ്കിൽ അത് ചട്ടിയിൽ വെച്ചാൽ നന്നായിട്ട് വളരും, അല്ലെങ്കിൽ മണ്ണിൽ തന്നെ വെക്കണോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചട്ടിയിൽ വെച്ചിട്ട് ആ ഒരു ഫെൻസിങ്ങിൻ്റെ ആ ഒരു ചെയിൻ ലിങ്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ആക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വേറെയും ഒരു 2-3 ചെടികളൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ എന്താ പറയുക, തൂങ്ങി വരുന്ന ചെടികളൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചെണ്ണം ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഏതാണെന്നുള്ളത്. പിന്നെ നമ്മളുടെ ചെടികളൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ഈ ഒരു തിണ്ടിൻ്റെ സൈഡിലുണ്ടായിരുന്നില്ല, നമ്മൾ മുറ്റം വേർതിരിക്കുമല്ലോ, കണ്ടോ ഈ ഒരു സൈഡ് ഇതിണ്ടില്ലേ, അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിങ്ങനെ നമ്മൾ നനയ്ക്കുമ്പോൾ അതിന് വെള്ളം ഇറങ്ങിയും അതേപോലെ തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ ഇറങ്ങി ആ സൈഡത്തെ തിണ്ട് ഫുള്ള് ചെളി പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. തീരെ വൃത്തിയില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മേലെ പോയപ്പം വീടിൻ്റെ പെയിൻറ് ചെയ്ത സമയത്ത് കുറേ പെയിൻറ് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷമായി, എന്നാലും പെയിൻറ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിലും ആ സൈഡിൽ കൂടെ അടിക്കാനല്ല. അപ്പോൾ കംപ്ലീറ്റ് വീടിൻ്റെ ചുറ്റോടും അതേപോലെ തന്നെ മതിലും ഒക്കെ ഞാൻ ഫുൾ ഫ്രണ്ട് സൈഡിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ കണ്ടോ നല്ല വൃത്തിയില്ലേ, അതൊക്കെ ഫുള്ള് പെയിൻ്റ് അടിച്ചു. ഇതിനെക്കാട്ടും വൃത്തിയുണ്ടായിരുന്നു. ഈ ടോബ് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിക്കും മുറ്റത്തേക്കൊക്കെ ചാടിയിട്ട് ഇങ്ങനെ നാശാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ ചെടികളൊക്കെ എന്ത് ചെയ്തു, ഫ്രണ്ടിൽ അറയിച്ചിട്ടാണ് നേരത്തെ കണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ തിണ്ടിൽ കൂടെ മാറ്റിയിട്ട് എല്ലാം ഇതേപോലെ വെച്ചു. പിന്നെ മുൻവശത്ത് നമ്മളുടെ ബോഗൺവില്ല ഉണ്ടല്ലോ, അത് മാത്രം അടിയിൽ പ്ലേറ്റ് വെച്ചിട്ട് ആ തിണ്ടിൽ വെച്ചു. എന്നാലും കുഴപ്പം വരില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെടികളൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വെയിൽ വെച്ചാൽ കുത്തണ വെയിലാണ്, പൊരി വെയിലായതുകൊണ്ട് ചെടിയൊക്കെ മാറ്റാൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ വെള്ളയപ്പായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ടുള്ളത്. ഇനി ഞാൻ പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ. ഉച്ചയ്ക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. വേറെ ആരും കഴിക്കുന്നില്ല, ഞാൻ തന്നെ കഴിക്കാനുള്ളൂ. പിന്നെ നിച്ചൂട്ടിന് തോന്നിയായിട്ട് അവൻ കഴിക്കുള്ളൂ. അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. അപ്പം കുറച്ച് അരി എന്നോ കൊണ്ട ചരിയാണ് ഇത്, ഞാൻ കുറച്ച് എടുത്തിട്ട് ഇത്രയായിട്ടുണ്ട്. അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒരു അരക്കിലോട്ട് കൊണ്ടുവച്ചത് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇത്രയും കൂടെ ബാക്കിയുണ്ട്. അപ്പം അത് ചിലപ്പോൾ എന്നാൽ പഴകിപ്പോകും. അപ്പം ഇതും പിന്നെ കുറച്ച് ക്യാരറ്റ്, അതേപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം. മിക്കവാറും ഞാൻ ക്യാപ്സിക്കം ഒന്നും കൊണ്ടുവെക്കും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞത് ഇന്ന് മേടിച്ച ക്യാപ്സിക്കാന്നുണ്ടോ, ഡേറ്റ് 26/1/2025 മേടിച്ച സാധനമാണ്. പൊട്ടിച്ചിട്ടില്ല, കാരണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവെക്കുക. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, ഉണ്ടാക്കാണ്ടിരിക്കുമ്പോൾ നാശമായി പോവും. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ആ കവറിൽ അതേപോലെ വെച്ചതാ. ഹാപ്പി 7 days ഒന്ന് മേടിച്ചതാണ്. പിന്നെ കുറച്ച് പയറൊക്കെ ഉണ്ട്. പയർ ഉപ്പേരി വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയാണ്. കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് പയറില്ല, ഇത്രയും ആവശ്യമില്ല. അപ്പം ഇത് വലിയ വലിയ പീസാണ്. ഇത് കുഞ്ഞിതാക്കാക്കിയിട്ട് തട്ടിക്കൂട്ടി എനിക്ക് കഴിക്കാനല്ലേ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട്. ഇറച്ചിയൊന്നും ഉണ്ടാവില്ല, മുട്ട ഇരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ചോറുണ്ടാക്കാന്ന് വെച്ചിട്ട് കോരമീൻ ഫ്രിഡ്ജിലുണ്ട്. അപ്പം അതെടുത്തിട്ട് നമുക്ക് ഇറച്ചിക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈഡിൽ പൊരിച്ചിട്ട് കൂട്ടാം. അപ്പം ഞാൻ ഇതിൻ്റെ പരിപാടി നോക്കട്ടെ. നീ ചോറിനാണ്. അപ്പോൾ നീക്കണതിന് മുന്നേ ഇതൊക്കെ വേഗം സെറ്റാക്കണം. ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ആ ഒരു ഗ്ലാസ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അതുണ്ടാക്കിയാൽ തന്നെ എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും ഒരു 3/4 ഗ്ലാസ് ഉണ്ടായാൽ തന്നെ ഒരാൾക്ക് കഴിക്കാനൊക്കെ ഈ ചെറിയ ഗ്ലാസ്സാണ് ധാരാളമാണ്. അപ്പോൾ നമ്മൾ ഈ അരി എന്തായാലും കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാനിടുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ
പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഒരു അരമണിക്കൂർ നമ്മൾ ബസ്മതി റൈസ് ഇതേപോലെ നന്നായിട്ട് കഴുകി ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ വേറെ കുറച്ച് നല്ല വെള്ളത്തിൽ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ 20 മിനിറ്റെങ്കിലും ഏറ്റവും കുറവ് ഇടുക കേട്ടോ. അതിനുശേഷം ഞാൻ ആകെ ഉണ്ടായിരുന്ന പച്ചക്കറികളായിട്ടുള്ള വേറെ നമ്മൾ എന്തൊക്കെയോ ഇടും, സ്പ്രിംഗ് ഓനിയൻ്റെ ചോപ്പ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, വേറെ ഗ്രീൻ പീസ് ഇടും. അത് വെജിറ്റബിൾ ബിരിയാണിയിലായിരിക്കും അല്ലേ, ഇതിൽ കണ്ടിട്ടില്ല. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം. നമ്മൾ ഇതിൽ ക്യാരറ്റും അതേപോലെ തന്നെ ക്യാപ്സിക്കം മാത്രമാണ് ഇതേപോലെ ചോപ്പ് ചെയ്ത് ഇടുന്നത്. എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമുണ്ടോ, ഈ ചിലർക്ക് ക്യാപ്സിക്കം തീരെ ഇഷ്ടമല്ല. ഞാൻ ശരിക്കും മറ്റേ നമ്മൾ ചില്ലി ചിക്കൻ്റെ ഒരു ഗ്രേവിയൊക്കെ വരുന്ന സമയത്ത് അതിലിങ്ങനെ ക്യാപ്സിക്കം വലിയ കഷ്ണമാക്കിയിട്ടുണ്ടാവില്ലേ, ഞാനത് മാത്രമാണെങ്കിൽ ഇരുന്ന് കഴിക്കും. ഏട്ടൻ ആ ചിക്കൻ പീസ് മാത്രം പെറുക്കി വെച്ചിട്ട് അതിലുള്ള ക്യാപ്സിക്കം ഒന്നും ഏട്ടൻ കഴിക്കുകയില്ല. പക്ഷേ ഞാൻ ആ ഒരു എന്താ പറയുക ക്യാപ്സിക്കം കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ക്യാപ്സിക്കത്തിൻ്റെ പച്ച മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ മഞ്ഞ വേറെ കളറൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, വീഡിയോയിലും കാണാറുണ്ട്. പിന്നെ 70s സാധനം മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ആ ഒരു ഫ്രീസറിൻ്റെ ഒരു ഫ്രിഡ്ജിലോ അങ്ങനെ വെക്കുമല്ലോ, അങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെയൊക്കെ ചുവ സെയിം ആണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിലുള്ള ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവ സെയിം ആണല്ലോ എന്നൊന്ന് പറഞ്ഞല്ലോ കേട്ടോ. ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല, ഇവിടെ ഇതുവരെ മേടിച്ചിട്ടുമില്ല. ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് അതിൽ മാത്രമേ ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും. അല്ലാണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ എന്തായിരുന്നു ഈ ക്യാരറ്റ് എന്താണെന്നറിയോ, ഞാൻ വീഡിയോ ഇട്ടിരുന്നോ, നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ എന്നാ പോയത്, കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാനും ഏട്ടനും നിച്ചൂട്ടനും കൂടെ വെറുതെ ഒന്ന് ഊട്ടി പോയിട്ട് വേഗം തന്നെ പോയി വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ ക്യാരറ്റും അതേപോലെ തന്നെ ലെട്ടൂസ്, പിന്നെ എന്താ മേടിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ക്യാബേജ് മേടിച്ചോ, ക്യാബേജ് മേടിച്ചിട്ടില്ലല്ലോ, വയലറ്റ് ക്യാബേജ് ഇല്ലേ, ആ ഒരു നീല കളറിലിരിക്കണേ, അതും പിന്നെ ബീട്രൂട്ട്, ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് ദിവസമായെങ്കിലും പറിച്ചുകൊണ്ടിരുമ്പോഴേ നമുക്ക് ആ ഫ്രഷ് സാധനം പറിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഇതൊരു ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ബോക്സിലിട്ട് അടച്ച് വെച്ചപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അരിയിട്ട അരി ഞാൻ പറഞ്ഞു, നമ്മൾ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ, ചായപാത്രം നോക്കണ്ട കേട്ടോ, ഞാൻ പെട്ടെന്ന് കിട്ടിയൊരു പാത്രത്തിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണു. അതേപോലെ തന്നെ ഈ കഴുകിയ അരി അതിലേക്ക് ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ കേട്ടോ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കാൻ പറയണേ. പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മിക്കവാറും ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കാറ്. ഓയിൽ എനിക്ക് ഒലിവ് ഓയിൽ ഇരിക്കുന്നില്ലേ, പിന്നെ ഓയിൽ ചേർക്കാൻ എനിക്ക് അത്ര വലിയ എന്തോ അറിയില്ല, എനിക്ക് ഓയിൽ ചേർക്കാൻ വലിയ താല്പര്യം വന്നിട്ടില്ല. അപ്പം അതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇത് നമ്മൾ അത്യാവശ്യം നേരം കുതിരാനിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവേറിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ഫ്രൈഡ് റൈസ് ഇങ്ങനെ പൊട്ടി പോകും. നമുക്ക് ആ ഒരു അരി ഇങ്ങനെ ഓരോ അരി കിട്ടണമെങ്കിൽ കുറച്ച് അതിൻ്റെ അധികം വേവാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഒരു മുട്ട, എനിക്ക് മാത്രമേ അവിടെ ഒറ്റ മുട്ട എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പിട്ടിട്ട് കുരുമുളക് ഇട്ട് ജസ്റ്റ് ഒരു മുട്ട മാത്രം കൊത്തിപ്പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അരി ഞാൻ പറഞ്ഞില്ലേ വേവുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റായി കഴിഞ്ഞാൽ എല്ലാം കൂടെ യോജിപ്പിച്ചുണ്ടാക്കുക, അത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശം കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മളുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ റെസിപ്പി എന്നല്ല, ഞാൻ ഫോൺ നോക്കി ഉണ്ടാക്കണതാണേ. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഇങ്ങനെ ഊറ്റിയെടുത്ത് പ്ലേറ്റിലിങ്ങനെ, നമുക്ക് അല്ലാത്തൊരു പാത്രം ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാം. ഇത് നമ്മളെ ആ ഒരു ഓട്ടയുള്ള കയ്യിലാണ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് തന്നെ ഞാൻ വെള്ളം എടുത്തപ്പോൾ വെള്ളം കൂറി റെഡി ആവുന്നുണ്ട്. എന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ശരിക്കും നമ്മൾ ഫാനിൻ്റെ ചൂടിൽ വെച്ച് ഉണക്കുക. അതിന് ശേഷം കുറച്ച് അധികം നേരം ഒരു 1-2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നുണ്ട്. 3 മണിക്കൂർ 2 മണിക്കൂർ ഇട്ട് അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ എല്ലാം കൂടെ മിക്സാക്കി എടുക്കുകയാണെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക എന്ന് പറയുന്നത്. അല്ലാണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുകൊണ്ട് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഞാനിത് ഇപ്പം തന്നെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം 12:45 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ 1 മണിക്ക് കറക്റ്റ് വിശപ്പിൻ്റെ വിളി വരുന്നതാണ്. അപ്പോൾ അത് സമയത്തേക്ക് എനിക്ക് ഒട്ടും തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ സമയമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ സമയം ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പ് കൂട്ടിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പം എന്താ പറയുക, പിന്നെ പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസമേ അരി വേവിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ വീണ്ടും അരിയൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ പാത്രം എടുക്കണം, അതിലേക്ക് നമ്മളുടെ ഓയിൽ ഒഴിക്കണം. ഞാൻ എടുത്ത വെളിച്ചെണ്ണ, അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഏതാച്ചാൽ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം
മുട്ട അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇളക്കണു. പിന്നെ അതിലേക്ക് സോയാ സോസ് വേണം, നിർബന്ധമാണ്. ഞാൻ ഇത് പ്രമാണിച്ചാണ് ഞാൻ സോയാ സോസ് തന്നെ മേടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സോയാ സോസ് ഒന്നും മേടിക്കാറുണ്ടായിരുന്നല്ലോ, ചില്ലി സോസ് മേടിച്ച് വെക്കാറുണ്ടായിരുന്നു. അപ്പം സോയാ സോസും കുറച്ച് ചില്ലി സോസ്, ചില്ലി ഗാർലിക് സോസാണ് നല്ലതെന്നാണ് നമ്മുടെ ഷാൻജിയോ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഞാനതില്ലാത്തത് കൊണ്ട് നമ്മുടെ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ആക്കണ സമയത്ത്, വേവിക്കണ സമയത്ത്, വേവിക്കലല്ലോ ഇങ്ങനെ ആക്കണ സമയത്ത് ഉപ്പ് കുറവുണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് വിതറി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനൊരു നമ്മുടെ ആ ഒരു മധുര ടേസ്റ്റാണ് ചെറുതായിട്ട് വരിക. പിന്നെ ചിലർ നമ്മൾ ആ ഒരു സോസൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കണം കണ്ടത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയതുകൊണ്ട് സ്വയം പൊക്കി പറയല്ല, ശരിക്കും നമ്മൾ മേടിക്കണൊക്കെ ഒരു ഫ്രൈഡ് റൈസ് ഇല്ലേ, അതിൻ്റെ ഒരു ചുവണ്ട്. ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടാറുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ നമ്മളെ ഷാൻജിയോ ഉണ്ടല്ലോ, ആക്ച്വലി ഞാൻ ആ റെസിപ്പിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ പോയി ഇതുണ്ടോ, ഇതിൽ നോക്കിയിട്ടാണ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വിട്ടു പോയാൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ആക്കി വെക്കും, എന്നിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പൊ അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ നമ്മുടെ ഷാൻജിയോ ചേട്ടന്റെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നല്ലൊരു നമ്മളെന്തെങ്കിലും ചിക്കൻ, ചില്ലി ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. എന്തായാലും ചിക്കൻ ഇരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇനി മീൻ വറക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചോറ് കറിയൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് ഒറ്റയ്ക്കുള്ള സമയത്ത് ഇതാ നല്ലത്. ഇപ്പം ഇന്ന് പച്ചനൊന്നും ഉച്ച സമയത്തേക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് മീൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ എനിക്കായിട്ട് കുറെ വേറെ കറിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇതാണെങ്കിൽ പണിയും കഴിയും. സൂപ്പർ. കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒരു സോയാ സോസും അതേപോലെ തന്നെ സോയാ സോസ് അല്ല ചില്ലി സോസും കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ 2 മീനും ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഈ ഒരു മാങ്ങച്ചാറുണ്ടല്ലോ, ഇത് നമ്മുടെ തോളൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ തോളൂർ മാങ്ങച്ചാർ. അയ്യോ ഭയങ്കര ആളൂരല്ല കേട്ടോ, തോളൂരാണ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ മാങ്ങ പീസൊന്നും അലുക്കാണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഞാൻ കുഞ്ഞൊരു സാമ്പിൾ പാക്ക് മേടിച്ച് നോക്കിയതാണ്. ഇതുണ്ടോ ഇതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, തീരണ അതിന് കുറച്ചുകൂടെ ഉള്ളൂ. ആകെ എത്ര ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞ് പാക്ക് മേടിച്ചത് കൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. ആ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ വരില്ലേ കൂടുതൽ, അങ്ങനത്തെ മേടിച്ചതാണ്. ഇനി അവിടെ ബോട്ടിലുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഒരു ബോട്ടിൽ അച്ചാർ മേടിക്കണം. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എവിടെയെങ്കിലും കാണണമെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കൂ കേട്ടോ, നല്ല രസമുണ്ട്. നിച്ചൂട്ടൻ മാമുണ്ണ ഇന്ന് ആരെയാ അടിച്ചത്? നിച്ചൂട്ടൻ ആരെയാന്ന് അടിച്ചത്? മിന്നോ? മിന്നു ചേച്ചിനെ അടിച്ചോ? പാവല്ലേ. വേറെ ആരെയും അടിച്ചേ? വഴി കൂടെ അച്ഛനെ അടിച്ചു. വഴി കൂടെ പോയ ഏട്ടന്മാരെന്തിനാ അടിച്ചേ? വഴി കൂടെ പോയ ഏട്ടന്മാരെന്തിനാ അടിച്ചേ? എന്തിനാ അവരുടെ ബോൾ തട്ടി പിടിച്ച് മേടിച്ചേ? നിശ്ചയാണോ അത് കാട്ടിയത്? എൻ്റെ ദൈവേ. ആ എടുത്തു അതൊക്കെ. കരയട്ടെ, അവരച്ഛൻ ചോദിക്കാൻ പറ്റേ. ആ മഞ്ഞയാണോ? മഞ്ഞോ? ഏട്ടൻ എന്തിനാ തല്ലിയെന്ന് ഏട്ടൻ്റെ അച്ഛൻ ചോദിക്കാൻ പറ്റേ. അയ്യോ അടിക്കും, വടിയായിട്ട് ഇപ്പം വരും നിച്ചുവിനെ പിടിക്കാൻ. എന്തിനാ എൻ്റെ കുട്ടീനെ തല്ലിയെ ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. മേടിച്ചോ? അടി മേടിച്ചോ? അത് പയറ് കഴിക്കി. പയറൊന്നും വേണ്ടേ? വേഗം കഴിക്കേ. ഗുഡ് ബോയ്. അമ്മ കഴിച്ചാ? അമ്മ കഴിച്ചാ? അച്ഛനും കഴിച്ചു. അമ്മ ഇപ്പത്തേക്കും കുമ്പ് തെറിഞ്ഞോ? അമ്മമ്മ കഴിച്ചു, അച്ഛമ്മയും കഴിച്ചു. പിന്നെയോ? അമ്മേൻ്റെ പേരെന്താ? ചിഞ്ചു. അച്ഛൻ്റെ പേരെന്താ? സജിയോ. അമ്മേൻ്റെ ഉണ്ണീൻ്റെ പേരെന്താ? ഇച്ചു. അച്ഛൻ്റെ പേരെന്താ? എന്ത് ഓർക്ക പറടാ. ബാലനോ? ബാലയോ? എന്തെന്നാടാ പറയണ? അയ്യോ വേഗം കഴിച്ചാ. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ഡ്രൈവിന് പോയിട്ട് വരാമെന്ന്. അതായത് ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കാർ കൊണ്ട് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, എനിക്ക് കാർ ഓടിക്കാറിയോ വെച്ചാൽ ഓടിക്കാറിയാം. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള എക്സ്പേർട്ട് ഡ്രൈവറും കാര്യങ്ങളൊന്നുമല്ല. വേറെ ആളെ വെച്ചിട്ട് അങ്ങനെ പോകുന്നില്ല.
എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടിയല്ലേ പോയിരുന്നു. ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മറ്റേ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്ക് അങ്ങനെയൊക്കെ ടൗണൊക്കെ ആക്കി പോകും. പക്ഷെ എനിക്ക് എപ്പോഴും ഉള്ളിൽ ഭയങ്കര ഭയമാണ്. നന്നായിട്ട് എന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല കേട്ടോ. കാരണം എക്സ്പീരിയൻസിന്റെ കുറവാണ്. തന്നെയാണ് പ്രശ്നം. നമ്മൾ ലൈസൻസ് എടുത്ത് നോക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ലൈസൻസ് എടുത്തു വെച്ചത്. അതിനുശേഷം വീട്ടിൽ കാറിലാത്തേ കൊണ്ട് ഓടിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പം അപ്പോഴായിട്ട് വന്ന് പഠിച്ചു, എന്തായാലും ലൈസൻസ് ഇല്ലേ. പക്ഷെ അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാർ ഓടിക്കണമെന്നും എടുക്കണമെന്നും അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വെൻ്റ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു, ഈ നമ്മളെ വാഗണർ എന്ത് ചെയ്തു, വെറുതെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലേക്ക് ഞാൻ ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പം ആ പോർച്ചിൽ ആ കാർ വെറുതെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് അച്ഛൻ എവിടെയും പോകണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് എടുക്കുന്നല്ലാണ്ട് ഏട്ടൻ തീരെ വെൻ്റൊക്കെ കിട്ടിയതിന് ശേഷം നമ്മുടെ വാഗണർ തീരെ ഉപയോഗിക്കാറില്ല. അത് കൊടുത്തിട്ടുമില്ല. ഏട്ടൻ്റെ ആദ്യത്തെ വണ്ടി ഇഷ്ടപ്പെട്ടെടുത്തതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയൊരു വണ്ടി, എന്താ പറയുക, ചിലർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെ ഏട്ടനത് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് അറിയുന്നതാണല്ലോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പുറത്തു പോകണമെങ്കിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടി അങ്ങനെ കൊണ്ടുപോയില്ല. എനിക്ക് എടുക്കാമെന്ന് എന്നോട് വെച്ചാണ് കേട്ടോ. അപ്പോഴാണ് എന്താ എനിക്ക് ഒന്നും കൂടെ പഠിക്കാം, ഓടിക്കാം എന്നുള്ളതൊക്കെ വന്നത്. അപ്പം ഞാൻ ആ വണ്ടി സ്വന്തം എടുത്ത്, എനിക്ക് ഏട്ടനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടിയാണ്, പഠിക്കുകയേ ഇല്ല. എനിക്ക് ദേഷ്യം വരും, ഏട്ടൻ അതിനെക്കാട്ടും വലിയ ദേഷ്യം വരും. ഞങ്ങൾ ഭയങ്കര അടിയും. അങ്ങനെ പിന്നെ ഞാനിത് എൻ്റെ ഓരോ ധൈര്യം സംഭരിച്ച് ഞാൻ സ്വന്തം ഇങ്ങനെ ഓരോ വഴി കൂടെയൊക്കെ, നമ്മളിവിടുത്തെ വഴി എന്നുള്ളത് ഇടുങ്ങിയ വഴികൾ, ഭയങ്കര കയറ്റം കുത്തും കാര്യങ്ങളൊക്കെയാണ്. മന്ദകുൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുത്തനെ കയറ്റിക്കുക. ഇവിടെയൊക്കെ വണ്ടി നിന്ന് പോയാൽ കുറച്ച് പാടാം. അപ്പം ആദ്യമായിട്ടുള്ള എക്സ്പേർട്ട് ഡ്രൈവർമാർക്കൊന്നും വിഷയമല്ല. പക്ഷെ നമുക്ക് കുത്തനുള്ള കയറ്റത്തിൽ നിൽക്കാറില്ല. പെട്ടെന്ന് വണ്ടി നിന്ന് പോയാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തുടക്കക്കാർക്ക്. അപ്പം ഞാനൊരു സ്റ്റാർട്ടിങ്ങിലായത് കൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഇതിലൊക്കെ ഞാൻ സ്വന്തം എടുത്തു തുടങ്ങി. പിന്നെ ഒരു ഞാൻ ധൈര്യം സംഭരിച്ച് ടൗണിലേക്ക് ഇങ്ങനെ ഇറക്കി. അങ്ങനെ ചേച്ചിയെടുത്ത് പോയി ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് അങ്ങനെ ദൂരങ്ങളൊക്കെ കുറച്ചൊക്കെ പോയി വന്നിട്ട് ഒന്ന് കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലായി. പക്ഷെ അപ്പോഴും എനിക്ക് എപ്പോഴും പണിയെടുക്കുമ്പോൾ ടെൻഷനാണ്. ഞാൻ നാളെ എനിക്ക് വണ്ടി എടുക്കണം എന്നാണെങ്കിൽ എനിക്ക് ഇന്നേ ടെൻഷൻ ആവാൻ തുടങ്ങും. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയൊക്കെയോ വെപ്രാളാണ് അങ്ങനെ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മാറണം. ഞാൻ എവിടെയെങ്കിലൊക്കെ ഏട്ടനപ്പം പോകുന്ന സമയത്ത് ഏട്ടൻ പറയും, വേറെ ലേഡീസൊക്കെ കാറൊക്കെ ഓടിച്ച് പോകുമ്പോൾ കണ്ടോ ആ കുട്ടി, അല്ലെങ്കിൽ അവർ ആ ലേഡി കാർ ഓടിച്ചൊന്നും കണ്ടോ, നീ ഇങ്ങനെ ലൈസൻസ് എടുത്ത് ഇവിടെ ഇരുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏട്ടൻ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഏട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാറൊക്കെ ഓടിച്ച് ലേഡീസ് ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ പോകുന്നതാണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നിട്ട് അങ്ങനെ പറഞ്ഞു, നീ ഒന്ന് പഠിക്കുക, നല്ല രസമല്ലേ പഠിക്കുന്നൊക്കെ പറയാം. എവിടെയെങ്കിലൊക്കെ ആവശ്യത്തിന് ആരെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. എനിക്ക് ഇവിടെ എന്നിട്ട് ഏട്ടൻ പറയും, എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകുന്ന സമയത്ത് നീ സ്കൂട്ടി എടുക്കണ്ട, കാർ എടുക്കുന്നത്. ഞാൻ കൊന്നാലും ഞാൻ കാർ എടുക്കില്ല. ഞാൻ പറയും ഞാൻ സ്കൂട്ടിയിൽ പോയിക്കോളാം, കാറിൽ ഞാൻ പോവില്ല എന്ന് പറയാം. അങ്ങനെ ഒരു ദിവസം ചീത്ത പറഞ്ഞാണ് ഞാൻ ഫ്രണ്ടിന്റെ കല്യാണത്തിൽ ഞാൻ കാറെടുത്ത് പോയത് കേട്ടോ. അതിനുശേഷം നമ്മളവിടെ ഒരു റോഡ് പണി തുടങ്ങി. റോഡ് പണി വെച്ചാൽ നമ്മളെ പാലം പണി ഉണ്ടായിരുന്നേ. അപ്പം റോഡ് അവിടെ അങ്ങനെ കുറേ കാലം പൊളിച്ചിട്ടു. അപ്പം നമ്മൾ വേറെ വഴി കൂടെ വേണം പോകാൻ. അതാണെങ്കിൽ അതിനെക്കാട്ടും വലിയ കുത്തനെ കയറ്റാം. എനിക്കാണെങ്കിൽ അതിലെ പെരും പേരെടുക്കാനായിട്ട്. അങ്ങനെ ഒരു 2 മാസത്തോളം ഞാൻ വണ്ടി തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടെ പേടി ഇങ്ങനെ കയറിട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തർ വീഡിയോസ് കണ്ട് സ്വന്തം മോട്ടിവേറ്റഡ് ആയിട്ട് ഒന്നും കൂടെ കാർ എടുത്ത് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം എന്നും ഈ പറഞ്ഞ തന്നെ ഏതെങ്കിലും ചിലപ്പോൾ രാവിലെ ആവും, വൈകുന്നേരം, ഉച്ചയ്ക്ക്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സമയം മാറിയിട്ട് 1-2 മണിക്കൂർ ഞാനും കാറെടുത്ത് അങ്ങോട്ട് പോകും. ഒറ്റയ്ക്ക് പോകും കേട്ടോ. എനിക്ക് ആരെയും കണ്ടെങ്കിൽ പറ്റിയില്ല. എന്താ വെച്ചാൽ അത്യാവശ്യം കുറച്ച് അറിയണേ കൊണ്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കോൺഫിഡൻസ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്, ഇന്ന് എന്താ പേടിയാണോ വെച്ചാൽ പേടി. അപ്പം അതൊന്നും മാറിക്കിട്ടണം. ആ പേടി മാറാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കും, ആ കയറ്റം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വണ്ടി ഇറങ്ങി വന്നാൽ സൈഡ് കൊടുക്കാൻ ഉണ്ടാവുമോ, അങ്ങനെ ഇതല്ല. അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ടി ഓഫായി കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റുമോ, ട്രാഫിക്കിൽ വണ്ടി ഓഫായി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ, അങ്ങനെ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമുക്കിതിനൊക്കെ ഓടിക്കാൻ പറ്റണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് നോക്കിയാലേ അത് നടക്കുള്ളൂ. അല്ലാണ്ട് ഇവിടെ കിടന്നിട്ട് ഞാൻ ഈ പറഞ്ഞിട്ട് പേടിച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തിരക്കാണെങ്കിൽ കാര്യമാണെങ്കിലും ദിവസം ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വണ്ടി എടുത്ത് പോകും. പേട്ടൻ വന്ന് കുറച്ച് ദിവസം അങ്ങോട്ട് പോയി നോക്കുക. അപ്പോൾ ഒരു പേടിയൊക്കെ മാറുന്നുണ്ട്. ഞാനപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ടൗണിൽ ഓഫാവും. എന്നാലും ഞാൻ എടുത്തിട്ട് പോകുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാൽ ചെറിയൊരു പേടി ഉണ്ട്. അപ്പോൾ അത് ആ ഒരു പേടിയൊക്കെ മാറ്റാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. നോർമലി എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിന് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് പറയുമോ, എൻ്റെ മുഖമാണെങ്കിലും അത്യാവശ്യം ഡ്രൈ ആവാൻ തുടങ്ങി. എന്നാൽ ഭയങ്കര ഡ്രൈ എന്നല്ല പറയുന്നത്, ഇപ്പോൾ അത്യാവശ്യം ഓയിലി അടിക്കുന്നുണ്ടല്ലേ. കുളി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയി തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡ്രൈ സ്കിന്നുള്ള ഒരു മോയ്സ്ചറൈസർ മേടിച്ചു. അതാണ് നമ്മുടെ ഈ ഒരു സെറാവിൻ്റെ മോയ്സ്ചറൈസർ. വേറെ ഈ ഡെർമാക്കോയിൻ്റെ ഒക്കെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് സ്കിന്ന്, ഈ ഒരു ക്ലൈമറ്റ് ഒട്ടും അങ്ങോട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അങ്ങോട്ട് ഹൈഡ്രേറ്റിംഗ് ആക്കുന്നില്ല എന്നാണെങ്കിൽ സെറാവിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ
ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കുകയാണ്. ഇത്തിരി റേറ്റ് കൂടുതലാണ്, പക്ഷെ ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. സ്കിന്നെ നന്നായിട്ട് ഹൈലൈറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ കടുത്ത റിവ്യൂ ഒന്നും പറയുന്നില്ല, അതൊക്കെ നമ്മൾ മറ്റേ ചാനലിൽ വ്ളോഗ് വിത്ത് ശ്രീയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് നോക്കുന്നത്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ സെറാമിയുടെ മോയ്സ്ചറൈസർ അടിപൊളി സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്നാണെങ്കിൽ ഈ ഒരു റിക്വലിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് സെറാമൈഡ് ആൻഡ് ഹ്യാലുറോണിക് ആസിഡ് വരുന്ന മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്നുണ്ട്. ഇത് ഞാൻ എടുത്തത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ നമ്മൾ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ 6-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 40% ഓഫും അതേപോലെ തന്നെ പ്ലസ് അപ് ടു എക്സ്ട്രാ 10% ഓഫും കൂടെ പറയുന്നുണ്ട്. പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 10% ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കൂട്ടോ, റേറ്റ് കുറവുണ്ടാകും. ഇതേപോലെ റീക്വലിൻ്റെ ആണ്. ഇത് നമുക്ക് ഒരു ക്രീമി ഫോർമുലേഷൻ ആണ് കേട്ടോ സംഭവം. സ്യൂട്ടബിൾ ഫോർ നോർമൽ ടു ഡ്രൈ സ്കിന്ന്. മിക്കവാറും നമ്മൾ ഓയിലി സ്കിന്നൊക്കെ നോക്കുമ്പോൾ കുറച്ച് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു റിക്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന് കേട്ടോ. ഇങ്ങനത്തെ വൈറ്റ് ബോട്ടിലാകുമ്പോൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കില്ലേ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതുപോലെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു ഡെർമാക്കോയിൻ്റെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഒരു നോൺ ഗ്രീസി ആയിട്ടുള്ള ഫോമിലാണ്, ജെൽ ബേസ്ഡ് ആണ് കേട്ടോ. അതുകൊണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പാണ് ഡ്രൈ സ്കിൻ തോന്നിയത്, അതുകൊണ്ടാണ് ഇത് പുതുതായിട്ട് മേടിച്ചതാണ്. പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ച് തീർന്നു, ഒഴിവാക്കിയ പാക്കാണ്. അപ്പം നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, ഇപ്പോഴും ഭയങ്കര ഓയിലി സ്കിന്നാണ്, പിമ്പിൾസ് ഒക്കെ വരും എന്നൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ല മോയ്സ്ചറൈസർ ആണ് ഡെർമാക്കോയിൻ്റെത്. ഹ്യാലുറോണിക് ആസിഡും സെറാമൈഡ്സും മൾട്ടി വിറ്റാമിനൊക്കെ വരുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡോട്ട് ആൻഡ് ഗീൻ്റെ ആണ്. ഡ്രൈ സ്കിന്നായിട്ടും കോമ്പിനേഷൻ സ്കിന്നിനും അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഡോട്ട് ആൻഡ് ഗീൻ്റെ സ്കിൻ കെയർ സെറാം. ഇതിലും സെറാമൈഡ്സ് ഹ്യാലുറോണിക് ആസിഡ് ഒക്കെയാണ് വരുന്നത്. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന സംഭവമാണ് കേട്ടോ. പ്രോബയോട്ടിക്സും കാര്യങ്ങളുണ്ട്. റൈസ് വാട്ടർ pH 5.5 ആണ്. അപ്പം ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് സൂത്താക്കി വെക്കാനായിട്ടും സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 395 രൂപയാണ്. പക്ഷെ ഓഫർ നോക്കുകയാണെങ്കിൽ ചിലപ്പം 100-200 വ്യത്യാസം കാലം, എന്തായാലും 100-150 അങ്ങനെയൊക്കെ ചില സമയത്ത് നല്ല ഡിസ്കൗണ്ട് ഉണ്ടാകുന്നത്. ചിലപ്പോൾ 50, ചിലപ്പോൾ ചില പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് കാണാത്ത സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങോട്ട് മാറുന്നതുകൊണ്ടാണ് കറക്റ്റ് പ്രൈസ് പറയാത്തത്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സെബാമെഡിൻ്റെ കെയർ ജെല്ലാണ്. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു ജെൽ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവം കേട്ടോ. നമ്മുടെ അലോവേര ജെല്ല് പോലെയൊക്കെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. വന്നിട്ടുള്ളത് ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ഹെയർ ഫാൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് മിനിമലിസ്റ്റിൻ്റെ ഹെയർ ഗ്രോത്ത് ആക്റ്റീവ്സ് ആണ്. എൻ്റെ മുടി ഇതുണ്ടോ ഇപ്പം ഇത്തിരി നീട്ടം വെച്ചു. ഞാൻ ഇത്രയും വെച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം ഇതാ കുറച്ചൊരു 1.5 ഇഞ്ച് നീണ്ടിട്ടുണ്ടാവും. ഇത്രയും മുടി ആക്ച്വലി ഉണ്ടായിരുന്നു. ഭയങ്കര മുടി വെച്ചാൽ മുടി കൊഴിച്ചിൽ അസഹനീയമായപ്പോൾ ഞാൻ ഒരു സങ്കടം വന്നിട്ട് പോയി വെട്ടിക്കളയാണ് കേട്ടോ. ഇപ്പം തോന്നപ്പെട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ എന്ത് ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ അങ്ങോട്ട് കുറയാണ്ട് വന്നിട്ട് എന്തോ അസുഖമൊക്കെ വന്നിട്ട് കുഴിയില്ല. അതേപോലെ ആയപ്പോൾ ഭയങ്കര ടെൻഷനായേ. അപ്പോഴാണ് ഞാൻ നല്ല ഹെയർ സെറം ഏതാണെന്ന് ഞാൻ കുറേ വേറെ ആൾക്കാരുടെ റിവ്യൂ കണ്ടിങ്ങനെ നോക്കിയിട്ട് അതിൽ ബെസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ മേടിച്ചത്. സത്യം ഹോണസ്റ്റ് ഭയങ്കര സത്യസന്ധമായി പറയാണ്, ഇത് യൂസ് ചെയ്ത് ഒരു 3 ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഹെയർ ഫാൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അന്ന് വെച്ചാൽ എണ്ണിയാനും പറ്റില്ല, ഒരു 50-100 ആയിട്ടങ്ങനെ അങ്ങനെ പൊടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 10-11 അതേ ഉള്ളൂ കേട്ടോ. ഇനി പറയാൻ പറ്റില്ല കൂടുമോ. ഇപ്പോൾ ഒരു ഇതൊരു 4ാമത്തെ ബോട്ടിലാണ് എൻ്റെത്. അപ്പോൾ 1, 2, 3, 4 ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം എന്തായാലും ആയിട്ടുണ്ടാവും. 3 മാസത്തിനടുത്ത് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ ഡ്രോപ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കിടക്കാൻ നേരത്തെ കേട്ടോ. രാത്രി പിറ്റേ ദിവസത്തേക്ക് മുടി ഓയിലി പോലെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. നമ്മൾ മുടി ഓയിലി ആക്കും. ഇത് അപ്ലൈ ചെയ്ത് ഞാൻ രാവിലത്തേക്ക് ഇങ്ങനെ ഒട്ടിയ പോലെ ഉണ്ടാവും. പക്ഷെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു. ഇത് മെയിനായിട്ടും മുടി വളർത്താനൊക്കെയാണ്. എനിക്ക് വളർത്താൻ നല്ലതിലേക്ക് എത്തിയിട്ടില്ല. അതായത് ചെറിയ ചെറിയ കുഞ്ഞിസൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. എനിക്ക് മുടി കൊഴിച്ചിൽ കുറയണമായിരുന്നു. എന്തായാലും ഇത് ചെയ്തിട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാനായിട്ട് മാറ്റി വെച്ചുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീയിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം. ഇത് വന്നിട്ട് നിങ്ങൾക്ക് മുഖത്തേക്കും മേത്തൊക്കെ തേക്കാനായിട്ട് ഒറ്റ പ്രൊഡക്റ്റൊക്കെ വേണമെന്നാണെങ്കിൽ ഇത് മാമകത്തിൻ്റെ കൊക്കോ റിച്ച് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഒരു കൊക്കോ അങ്ങനത്തെ സ്മെൽ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് കേട്ടോ. ഇതിന് വിറ്റാമിൻ സി വേറെ കുറേ റേഞ്ച് വരുന്നുണ്ട്, ബീട്രൂട്ട് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് തിക്കാണ്, ഫേസിലും യൂസ് ചെയ്യാം, നമ്മുടെ
മേത്തും ഓൾ പർപ്പസ് എന്ന് പറയില്ലേ, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഞാനിനി എൻ്റെ വണ്ടി എടുത്ത് പോയി വന്നിട്ട് കാണാം. ബസ് ഇന്ന് ഞാനപ്പം നമ്മളെ കറക്കൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ നിച്ചൂടൻ അമ്പിളിമാമനെയൊക്കെ നോക്കി നടക്കുകയാണ്. ഇന്ന് പോയ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ പുൽപ്പള്ളി വഴിക്ക് പോയിട്ടോ. അപ്പോൾ ഏട്ടൻ എന്നെ പേടിപ്പിച്ചു, അഥവാറ്റം ആന വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ റൂട്ട് മാറ്റി പിടിച്ച് കാടിൻ്റെ അങ്ങോട്ട് പോയില്ല. ടോബോനെ കൂട്ടിലാക്കി കഴിഞ്ഞാൽ നിച്ചിന് ഭയങ്കര ധൈര്യം കേട്ടോ, അടുത്തൊക്കെ പോകും. പക്ഷേ ടോബോനെ അഴിച്ചു വിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒക്കത്തുനിന്ന് ഇറങ്ങില്ല കേട്ടോ. കാരണം ടോബോ വന്ന് നമ്മളെ മേത്തേക്ക്, നമ്മളെ തന്നെ കയ്യിൽ ചിലപ്പം വടി പിടിച്ച് നടന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ കളിക്കാൻ വരുന്നതാണ് മേത്തേക്ക് അങ്ങ് കയറും. അത്യാവശ്യം നല്ല സൈസുള്ളതും കൂടെ ചിലപ്പോൾ നമ്മൾ മറിഞ്ഞിട്ട് വീഴും കേട്ടോ. മെയിനായിട്ടും ഇവനിങ്ങനെ മേത്തറാനൊക്കെ ശ്രമിക്കുന്നത് ഏട്ടൻ്റെ മേത്തും അതേപോലെ തന്നെ അമ്മേൻ്റെ മേത്താണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണമൊക്കെ പൊട്ടിക്കുന്നത് കൊണ്ട് എൻ്റെ മേത്ത് അങ്ങനെ കാര്യമായിട്ട് ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. ഇരിക്കുകയാണെങ്കിൽ ഓടി ഒന്ന് കയറും കേട്ടോ. അങ്ങനെ ഈ നിച്ചുവിനും ടോബോയും ഏകദേശം ഒരേ സ്വഭാവം. എന്താ വെച്ചാൽ വെള്ളം കണ്ടാൽ ടോബോയും വിടൂല. ഫുൾ എന്താ പറയുക, ആ ഒരു നമ്മളെ കുളം കണ്ടോ, ഞാൻ മൂടി വെച്ചിരിക്കുക കേട്ടോ. കാരണം ഒരു ദിവസമുണ്ട് നമ്മളെ, ഞാൻ കഥ പറഞ്ഞു ഇല്ലല്ലോ, നിറച്ച് ഒരു വലിയ ആമ്പലിൻ്റെ മുട്ടും ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ആമ്പലിൻ്റെ മുട്ടും 1 ആമ്പലും ഒക്കെ വിരിഞ്ഞ് നമ്മളെ ആമ്പലക്കുളം നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ കുറച്ച് പോയി നോക്കുമ്പോൾ ടോബോ അതിൽ കിടന്ന് ചാടുന്നു, എണീക്കുന്നു, മറിയുന്നു. പാവൻ്റെ മീനുകളൊക്കെ ഉണ്ടായിലുള്ളത് പുറത്ത് ചാടിപ്പോയില്ല എന്ന് വിചാരിക്കുന്നു. കുഞ്ഞു ഗപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇവൻ ആമ്പലിൻ്റെ മുട്ടയൊക്കെ കടിച്ചിട്ടിട്ട് വെള്ളം കുടിക്കണം, എന്തൊക്കെയോ വെള്ളം കണ്ടിട്ടാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ചൂടല്ല. അതുകൊണ്ട് ഞാൻ അവനൊന്നും ചെയ്തിട്ടും കാര്യമില്ല. അതേപോലെ തന്നെയാണ് നിച്ചു. എന്നിട്ട് ഞാനിപ്പം നമ്മളെ ഫെൻസിങ്ങിൻ്റെ കമ്പി അതിൻ്റെ മേലെ ഇട്ടിരിക്കുകയാണ്. ഈ ടോബോവും അതേപോലെ തന്നെ നിച്ചൂട്ടനുണ്ടെങ്കിൽ നനയ്ക്കണ സമയത്താണെങ്കിൽ ടോബോനെ കൂട്ടുള്ളിൽ കയറണം, നിച്ചൂടിൻ്റെ വീടിൻ്റെ അകത്ത് കയറണം, അല്ലെങ്കിൽ നിച്ചൂന് നനച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി നടക്കലാണ് ഈ ഒരു ടോബോൻ്റെയും നിച്ചൂൻ്റെയും പരിപാടികൾ. അപ്പോൾ ടോബോയ്ക്ക് കണ്ടോ എന്തെങ്കിലും ഇങ്ങനെ കടിച്ച് പറിച്ചുകൊണ്ട് നടക്കണം എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അവൻ മേലേക്ക് കിടന്ന ചകിരിയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ, നമ്മൾ അബിയു പ്ലാന്റ് ഇല്ലേ, നല്ല വലിപ്പം വെച്ച് പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ പൂവ് ഇടുന്നുണ്ട്. കായ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഇതിൽ കായ ഉണ്ടാണെങ്കിൽ സാഫ് അടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണയും കൂടെ സാഫൊന്നും അടിക്കാണ്ട് ഉണ്ടാവുമെന്ന് എനിക്കൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഉണ്ടായില്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് സാഫ് അടിച്ച് നോക്കാം ഉണ്ടാവുമെന്നില്ലെന്ന്. പ്ലാന്റ് വലുതായി ഇഷ്ടം പോലെ പൂക്കളുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. പിന്നെ ഇതാ നമ്മളുടെ ആ കണ്ട കുട്ടികളുണ്ട്, ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളെ കിളിക്കുട്ടികളുണ്ടായി എന്നുള്ളത്. അവരിതാ വലുതായിട്ടുണ്ട്. 2 ആൾക്കാർ പുറത്തിറങ്ങി, ഇനി 4 കുട്ടികൾ ആ കൂടിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ തീരെ ഞാൻ പറഞ്ഞില്ല മുട്ട വിരിയുന്നില്ല, മുട്ടയൊക്കെ കൊത്തിയിടുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ 6 കുട്ടികൾ മൊത്തമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വന്ന ക്ഷീണത്തിൽ കുറച്ച് നമ്മളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസില്ലേ അത് ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. കടൽമാട് പോയി കഴിഞ്ഞാൽ അവിടെ അമ്മായിമാരൊക്കെ ഇതിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അവിടെ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുമ്പം നമുക്കുണ്ടാവണം. എൻ്റെ തൈയാണ്, വളർന്ന് വലുതായി കായ ഉണ്ടാകുമ്പം ഇതേപോലെ എനിക്ക് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കണം. ആദ്യമായിട്ടോ ഇത് മേടിച്ച് വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നാലും നമുക്കിനി പുതിയ വീഡിയോ വരും ദിവസങ്ങൾ കാണാം. ടാറ്റാ.